ശിവായ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നത് വളരെ പുണ്യമായിട്ട് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണണം. ഓം നമഃ ശിവായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ധനികനാകാൻ എല്ലാവർക്കും ആഗ്രഹം കാണും അല്ലേ? ധനികനാകണമെങ്കിൽ നമ്മൾ ഈ മന്ത്രം കൂടി ചൊല്ലിയാൽ നമുക്ക് അതാവാനുള്ള സാധ്യത കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഹിന്ദു വിശ്വാസപ്രകാരം ഓരോ ആരാധനാമൂർത്തിയും ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നവരാണ്. അത്തരത്തിൽ സമ്പത്തിനായിട്ട് ആരാധിക്കുന്ന ദൈവമാണ് ലക്ഷ്മി ദേവിയും കുബേരനും. ഓരോ മനുഷ്യനും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനായി സമ്പന്നനായി തീരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പണവും സമ്പത്തും നേടാൻ ഏതൊരാളും സത്യസന്ധമായും കാര്യക്ഷമമായും കഠിനാധ്വാനവും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും അതിൽ ഒരു കുറുക്ക് വഴിയുമില്ല. മറ്റുള്ളവരെ കബളിപ്പിച്ച് സമ്പാദിച്ച പണം കൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ അതിനാൽ സത്യസന്ധത പുലർത്തി മാത്രം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. എന്നാൽ വിശ്വാസങ്ങൾ അനുസരിച്ച് നമ്മുടെ പ്രയത്നങ്ങളിൽ ഭാഗ്യം കൂടി നിർത്താൻ നമുക്ക് കഴിയണം. ആ ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചില മന്ത്രങ്ങളാണ്. അതിലൊന്നാണ് ആരാധനകൾ, പ്രാർത്ഥനകളെല്ലാം. സമ്പത്ത് നേടാൻ സമ്പത്തിൻ്റെ ദേവതകളായ കുബേരനെയും ലക്ഷ്മി ദേവിയെയും നമുക്ക് പ്രീതിപ്പെടുത്താവുന്നതാണ്. ആരാധനയ്ക്കൊപ്പം കുബേര മന്ത്രം ചൊല്ലുന്നതും നമുക്ക് ഭാഗ്യം നൽകും, സമ്പത്ത് നേടാൻ നമ്മളെ സഹായിക്കും. ചൊല്ലേണ്ട കുബേര മന്ത്രം, സമ്പത്തിൻ്റെ ദേവനായ കുബേര മന്ത്രം. ധനത്തിൻ്റെ അധിപനാണ് കുബേരൻ. കുബേരനെ പ്രസാദിപ്പിച്ചാൽ ഒരാൾക്ക് സമ്പത്തും ഐശ്വര്യവും കൈവരും. വൈശ്രവസിൻ്റെ മകനായ കുബേരൻ വൈശ്രവണൻ എന്നും അറിയപ്പെടുന്നുണ്ട്. വടക്ക് ദിക്കിൻ്റെ അധിപതിയെയും കുബേരനെ കണക്കാക്കുന്നു. കുബേര മന്ത്രം നിത്യവും ജപിച്ചാൽ കുബേര പ്രീതിയും അതുവഴി ജീവിതത്തിൽ സമ്പത്തും ഭാഗ്യവും ലഭിക്കുമെന്ന്. കുബേര മന്ത്രത്തിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചൊല്ലാൻ വേണ്ടിയിട്ട്. ഒരു വ്യക്തിയെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി സമ്പന്നതയിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന മന്ത്രമാണ് കുബേര മന്ത്രം. നമുക്ക് ഭാഗ്യം കൂടി വേണം. നമ്മൾ എത്ര പ്രയത്നിച്ചാലും നമുക്ക് ഭാഗ്യം കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഏറെ പ്രത്യേകതകളുള്ള ഈ മന്ത്രം ഒരിക്കലും തെറ്റായി ജപിക്കാൻ പാടില്ല. വ്രതത്തോടും ധ്യാനത്തോടും കൂടി 1,00,000 വട്ടം ജപിച്ച് 10,000 ഒരു എള്ള് ഹോമിച്ച് പൂജിച്ചാൽ മന്ത്രസിദ്ധി കൈവരുന്ന മന്ത്രമാണ്. ഫലസിദ്ധി. ശിവക്ഷേത്രത്തിലോ കൂവളത്തിൻ്റെ ചുവട്ടിലോ പരമശിവനെയും കുബേര പ്രഭുവിനെയും മനസ്സിൽ ധ്യാനിച്ച് 1,00,000 തവണ മന്ത്രം ഉരുവിട്ടാൽ സകല ഐശ്വര്യങ്ങളും നമ്മളെ തേടി വരുന്നതാണ്. അമ്പലത്തിൽ പോവാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശുദ്ധിയോടെ മന്ത്രം ജപിക്കാവുന്നതുമാണ്. കുബേര മന്ത്രം. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയേ ധനധാന്യ സമൃദ്ധിമേ ദേഹി ദദാഭയ സ്വാഹ. അടുത്ത മന്ത്രം ലക്ഷ്മി കുബേര മന്ത്രം. ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗ്രഹേ ധനം പുരായ പുരായ നമഃ. ലക്ഷ്മി ഗണേശ മന്ത്രം. ഓം ഗം ശ്രീം സർവസിദ്ധിപ്രദായേ ശ്രീം ഗം നമ. കുബേര പ്രഭുവിൻ്റെ പ്രതിമ വീട്ടിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മിയെ സന്തോഷിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലോകത്തിലെ എല്ലാ പണത്തിൻ്റെയും സംരക്ഷകനാണ് കുബേരൻ. കുബേര പ്രതിമ വയ്ക്കുന്ന സ്ഥലം വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ട് വേണം വയ്ക്കാൻ. കുബേര ഭഗവാനെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച് ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലുക. എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.